കേരളം ബൂത്തിലേക്ക് എത്താൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിച്ച് കളം പിടിക്കുകയാണ് നേതാക്കൾ. പ്രചാരണം കൊഴുപ്പിക്കാൻ കൂടുതൽ ദേശീയ നേതാക്കളും കേരളത്തിൽ സജീവമാകുന്നു. എല്ലാം വിശദമായി പരിശോധിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ 24 ഇലക്ഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീട്ടിലെ വോട്ടിൽ ക്രമക്കേടെന്ന പരാതി ഇന്നും ഉയർന്നു. ഇന്ന് ആ പരാതി വന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. വീട്ടിലെ വോട്ട് സംവിധാനം വഴി കള്ളവോട്ട് രേഖപ്പെടുത്തിയെന്നതാണ് പരാതി. 6 വർഷം മുൻപ് മരിച്ച മെഴുവേലി സ്വദേശി അന്നമ്മയുടെ പേരിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കോൺഗ്രസ് വാർഡ് മെമ്പറും BLOയും ചേർന്ന് അട്ടിമറി നടത്തിയെന്നാണ് LDFന്റെ പരാതി. വീട്ടിലെ വോട്ടിൽ നടക്കുന്ന ക്രമക്കേടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 24 എക്സ്ക്ലൂസീവ്. 6 വർഷം മുൻപ് മരിച്ച 94-കാരി അന്നമ്മയുടെ പേരിലാണ് പത്തനംതിട്ട മെഴുവേലിയിൽ വോട്ട് രേഖപ്പെടുത്തിയത്. 874 അന്നമ്മയുടെ വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ. ഇത് നീക്കം ചെയ്യാതെ 876 ക്രമനമ്പറുള്ള അന്നമ്മയുടെ മകന്റെ ഭാര്യ 65 വയസ്സുകാരി അന്നമ്മയെ കൊണ്ടാണ് വോട്ട് ചെയ്യിച്ചത്. കോൺഗ്രസ് മെമ്പർ ഉൾപ്പെടെ അറിഞ്ഞാണ് കള്ളവോട്ടെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പിഴവ് സംഭവിച്ചെന്ന് BLOയും സ്ഥിരീകരിച്ചു. പക്ഷെങ്കിൽ സീരിയൽ നമ്പർ എഴുതിയത് എനിക്ക് തെറ്റിപ്പോയതാ. ഒരു വീട്ടിലെ അമ്മായിയമ്മയുടെയും മരുമോടെയും പേര് അന്നമ്മയെന്നായിരുന്നു. 12 പൂരിപ്പിച്ചപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവ. വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ വീട്ടിലെത്തി ആ പ്രായമുള്ള ആൾ വോട്ട് ചെയ്യും. ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതിന് ക്രമക്കേടുകൾ നടക്കാൻ പാടില്ല. ക്രമക്കേട് നടന്നാൽ കർക്കശമായ നടപടി കമ്മീഷൻ സ്വീകരിക്കുകയും വേണം. നിലവിൽ പരാതിക്കാരുടെ ഉൾപ്പെടെ മൊഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. BLOയ്ക്ക് പുറമെ വീട്ടിൽ വോട്ട് ചെയ്യിക്കാൻ പോയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. ജനാധിപത്യ പ്രക്രിയയെ അപകടത്തിലാക്കുന്ന കള്ളവോട്ടെന്ന ഗുരുതര രോഗത്തിനെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കണം. കള്ളവോട്ട് ചെയ്തവരും കള്ളവോട്ടിന് കൂട്ടുനിന്നവരും ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത നിലനിൽക്കുകയുള്ളൂ. ക്യാമറമാൻ മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം S. ശ്യാംകുമാർ, 24 കൊച്ചി. പയ്യന്നൂർ കോറോമിൽ കള്ളവോട്ട് ചെയ്തത് CPIM ബ്രാഞ്ച് സെക്രട്ടറിയുടെ പിന്തുണയോടെയെന്ന് UDF. വോട്ടറെ കൊണ്ട് ബ്രാഞ്ച് സെക്രട്ടറി കമ്പാനിയൽ ഫോമിൽ ഒപ്പിട്ട് വാങ്ങിയെന്ന് UDF സ്ഥാനാർത്ഥിയുടെ ഏജന്റ് BM ജമാൽ ആരോപിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്ത കാര്യങ്ങൾ CPIM വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിന് ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുകയാണെന്നും UDF ആരോപിച്ചു. പയ്യന്നൂരിൽപ്പെട്ട കോറോം വില്ലേജിലെ ഒരു ബൂത്താണ്. ബൂത്ത് നമ്പർ 54 ആണ്. അവിടെ നടന്നിരിക്കുന്നത് ഈ വീട്ടിലെ വോട്ട് 92 വയസ്സുകാരിയാണ്. അവരുടെ വോട്ട് പോളിംഗ് ഒഫീഷ്യൽസിൻ്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് എന്ന് പറയുന്ന ആളെ VV സുരേഷ് എന്ന് പറയുന്ന ആളെ രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. വളരെ നിർബന്ധപൂർവ്വം ആ കമ്പാനിയൻ ഫോമിൽ ഈ സ്ത്രീയെ കൊണ്ട് ഒപ്പിടുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ കമ്പാനിയനായി ഒപ്പിടുകയും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. സ്ഥിരമായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായിട്ട് ഇവരെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് വീട്ടിലെ വോട്ട് തട്ടിപ്പിലൂടെ സ്വന്തം അവർക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സിസ്റ്റം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. അരുൺ പാറക്കൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഈ വീട്ടിലെ വോട്ട് എന്നുള്ളതിൽ ക്രമക്കേടെന്നത് നമ്മുടെ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിൽ നിന്നും ആരോപണം വരുന്നുണ്ട്. പയ്യന്നൂർ കോറോമിൽ എന്താണ് UDF പറയുന്നത്? ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPIM ആണോ? അനുജ, പയ്യന്നൂർ കല്ലാശ്ശേരി മേഖലകളിൽ വീട്ടിലെ വോട്ടിൽ ക്രമക്കേട് വ്യാപകമായി നടക്കുന്നു. പരാതികൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 19-ാം തീയതിയാണ് ഈ പയ്യന്നൂർ കോറോമിലെ 54-ാം നമ്പർ ബൂത്തിൽ ഉൾപ്പെട്ട 92-കാരൻ മാധവൻ വെളിച്ചപ്പാടിന്റെ വോട്ട് CPIM ബ്രാഞ്ച് സെക്രട്ടറി ചെയ്തെന്നൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. 92-കാരനായ മാധവൻ വെളിച്ചപ്പാട് ഈ സമയം വീട്ടിൽ തനിച്ചായിരുന്നു. കമ്പാനിയൻ ഫോമിൽ ബ്രാഞ്ച് സെക്രട്ടറി എത്തി ഒപ്പിട്ട് വാങ്ങി. തുടർന്ന് അദ്ദേഹം വോട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട്ടുകാർ എത്തി അന്വേഷിച്ചപ്പോഴാണ് ഫോമിൽ ഒപ്പിട്ട് വാങ്ങി, പക്ഷേ തനിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാധവൻ വെളിച്ചപ്പാട് വീട്ടുകാരോട് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഒപ്പിട്ട് വാങ്ങിയത് സഹായിക്ക് വോട്ട് ചെയ്യാനുള്ള അപേക്ഷയിലാണ്. ആ സഹായിയായി എത്തിയത് CPIMന്റെ ബ്രാഞ്ച് സെക്രട്ടറി VV സുരേഷ് ആണെന്ന കാര്യം വീട്ടുകാർക്ക് മനസ്സിലായത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം വരണാധികാരി ജില്ലാ കളക്ടർ K. ഇമ്പശേഖർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറോട് വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തായാലും നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഇത്തരത്തിൽ കള്ളവോട്ടോ അല്ലെങ്കിൽ വോട്ടിംഗിൽ എന്തെങ്കിലും രീതിയിലുള്ള തിരിമറിയോ നടത്തിയെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് കല്യാശ്ശേരിയിലെ വോട്ടിംഗിന്റെ പശ്ചാത്തലത്തിൽ കളക്ടർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നിരുന്നാലും തുടർച്ചയായ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള
കള്ളവോട്ട് തുടർന്ന് വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നടപടിയിലേക്ക് കടക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അനുജ, പയ്യന്നൂർ കോറോമിലും വീട്ടിലെ വോട്ടിൽ ക്രമക്കേടെന്ന പരാതി ഉയർന്നു. നടപടിയുണ്ടാകുമെന്ന സൂചനയാണ് അരുൺ പാറയ്ക്കൽ നൽകുന്നത്. LDF പരസ്യം പ്രസിദ്ധീകരിച്ചതിന് സുപ്രഭാതം പത്രം കത്തിച്ച വിവാദത്തിന് പിന്നാലെ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി സമസ്ത. ലീഗിനും സമസ്തയ്ക്കുമിടയിൽ ഭിന്നിപ്പുണ്ടെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം 24-നോട് പറഞ്ഞു. സമസ്ത വിലക്കിയ പരിപാടികളിൽ ലീഗ് നേതൃത്വം പങ്കെടുക്കുന്നുവെന്നും ഉമർ ഫൈസി മുക്കം വിമർശിച്ചു. സമസ്തയുമായുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിച്ചുവെന്ന മുസ്ലിം ലീഗ് വാദത്തെ തള്ളുന്നതാണ് സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം. സമസ്തയ്ക്കെതിരായ പരിപാടികളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പങ്കെടുക്കുന്നു. മുൻപ് ഇങ്ങനെയായിരുന്നില്ല. സത്യം പറയുന്നവരെ സഖാക്കളാക്കാൻ ശ്രമിക്കുകയാണ്. ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ വിമർശനം. ഇപ്പോൾ ഇതര പ്രസ്ഥാനക്കാരുടെ മേഖലയിൽ അവരുടെ പ്രചരണ പരിപാടികൾ, സമ്മേളനങ്ങൾ, അതിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും തിരിയുന്ന സമസ്തയുടെ തീരുമാനമാണ്. അങ്ങനെ പാലിച്ചു പോന്നിരുന്നു. ഈ പറഞ്ഞ തങ്ങന്മാരോ ഈ പറഞ്ഞ നേതാക്കളോ ഒന്നും എന്തായിരുന്നില്ല. സമസ്തക്കെതിരായ മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ സംഘടനകളുടെ പരിപാടികളൊന്നും പങ്കെടുത്തിരുന്നില്ല. ഇതെല്ലാവർക്കും അറിയാം. ഇന്ന് അതിനൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എവിടെയും പോവാ, എന്തും ചെയ്യുക, എന്ത് സമസ്ത എന്നൊരു നിലപാട്. അതുപോലെ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി വൈകിട്ട് എന്തൊക്കെയോ സമസ്തയെക്കുറിച്ച് പറയുന്നുണ്ട്. സുപ്രഭാതം പത്രത്തിൽ LDF അനുകൂല പരസ്യം വന്നതിൽ തെറ്റില്ല. ഇന്നലെ ഇപ്പോൾ സുപ്രഭാതം കത്തിച്ചു. എന്താ അതിൻ്റെ കാര്യം? സുപ്രഭാതം കത്തിക്കേണ്ട കാര്യം എന്താ? LDFിൻ്റെ പരസ്യം കൊടുക്കുന്നുള്ളതാണ്. LDFും UDF രണ്ട് സംവിധാനമാണ്. അതിൻ്റെ പരസ്യം കൊടുക്കുന്നത് എന്താ തിരക്കേട്? ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി നടത്തിയ ആരോപണം ഗുരുതരമെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. CIC വിഷയത്തിലുൾപ്പെടെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ അതെല്ലാം പരിഹരിച്ചുവെന്നായിരുന്നു ലീഗ് വാദം. തെരഞ്ഞെടുപ്പ് കാലത്ത് UDFിന്റെ വോട്ട് ബാങ്കായ സമസ്തയുടെ നേതാവിൽ നിന്ന് വരുന്ന വിമർശനം ലീഗ് നേതൃത്വത്തിന് തലവേദനയാകും. 24 കോഴിക്കോട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരം എന്നാണ് വിമർശനം. ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന പ്രിയങ്ക ഗാന്ധി റോബർട്ട് വദ്രയെ അറസ്റ്റ് ചെയ്യാത്തതിന് നരേന്ദ്രമോദിയോട് നന്ദി പറയണമെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും രൂക്ഷമായി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിനെതിരെ കള്ളം പ്രചരിപ്പിക്കുന്നതിൽ മോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമെന്ന വിമർശനം. കേരളത്തെയും നമ്മുടെ സംസ്ഥാനം നേടിയ പുരോഗതിയെയും നുണകൾ കൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രിയും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രധാനിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്നത്. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ്. കേരളത്തിൽ വന്ന് അഴിമതിക്കെതിരെ സംസാരിക്കുന്ന പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയോട് നന്ദി പറയണമെന്ന പിണറായി വിജയൻ. റോബർട്ട് വദ്ര നടത്തിയ അഴിമതികൾ ചൂണ്ടിക്കാട്ടിയാണ് പരിഹാസം. അവരുടെ ഭർത്താവ് ആരാണ്? ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട DLF എന്താണ്? അതുമായി ബന്ധപ്പെട്ട് കുറേ നാൾ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ആ ഘട്ടത്തിലുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് നീങ്ങിയത്? അപ്പോൾ അറസ്റ്റ് വേണ്ടിയിരുന്നവർക്ക് നേരെ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ അതിനുള്ള നന്ദി അവരോട് പറയാണ് വേണ്ടത്. അതിന് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയല്ല വേണ്ടത്. മോദിയെയും സംഘപരിവാറിനെയും നേരിട്ടെതിർക്കാതെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയെന്നും മുഖ്യമന്ത്രി. സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവ് എന്ന പേരുദോഷം മാറ്റി രാജ്യത്ത് നയിക്കാൻ പ്രാപ്തനാണ് എന്ന് വിശ്വസിക്കാൻ തക്ക ബലമുള്ള നിലപാട് രാഹുലിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഉയരുന്ന വിമർശനം. സംസ്ഥാനത്ത് പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ BJPക്കും കോൺഗ്രസിനുമെതിരെയുള്ള വിമർശനം ഓരോ ദിവസവും കടുപ്പിക്കുകയാണ് മുഖ്യമന്ത്രി. 24 കാസർഗോഡ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഒരു വോട്ട് പോലും പാഴാക്കാതിരിക്കാൻ നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇതിനിടയിലും ജീവിതത്തിൽ ഒരിക്കൽ വോട്ട് ചെയ്യാത്ത ഒരാളുണ്ട്. കാസർഗോഡ് പൈവളികെ പഞ്ചായത്തിലെ ഗോപി. ഇന്നേ വരെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാത്തതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഗോപിക്ക് വയസ്സ് 45. ടാർപോളിംഗ് ഷീറ്റും ഓലയും കൊണ്ട് നിർമ്മിച്ച ഒറ്റമുറിയിൽ ഒപ്പം ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളും. ജോലി ബീഡി തെറുപ്പ്. വർഷങ്ങളായി കയ്യാർ ജോഗി കോളനിയിൽ താമസം തുടങ്ങിയിട്ടെങ്കിലും
ഒരു തിരിച്ചറിയൽ രേഖയുമില്ല. പലപ്പോഴായി അപേക്ഷ നൽകിയെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അതെല്ലാം നിരസിച്ചു. ആധാർ കാർഡില്ല, കുറേ സ്ഥലം പോയിട്ടുണ്ടായി പഞ്ചായത്തിൽ, എന്ന് ആയിട്ടില്ല. വോട്ട് കാണാൻ ആധാറുണ്ട്, പഞ്ചായത്തെല്ലാം പോയിട്ടുണ്ടായി, എന്നാന്നില്ല, പുറയില്ല, പിന്നെ തന്നിൻ്റെതും എന്തല്ല. എല്ലാം ശരിയാക്കാമെന്നറിയിച്ച് പലരും സമീപിച്ചു. എന്നാൽ ഒന്നും ശരിയായില്ല. നിരാശ മാത്രമായിരുന്നു ഫലം. എന്താക്കിട്ട് കൊടുക്കുന്നു ചെല്ലൽ മാത്രം, പിന്നെ എന്ത് മുണ്ടണില്ല. പിന്നെ വോട്ട് പണ്ടെങ്കിൽ പിന്നെ അവർ പറഞ്ഞു നിങ്ങളെ ഇത് പുറ കട്ടിട്ട് കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്ന്. ഞങ്ങളത് സത്യം ഇതാക്കണം, കട്ടിട്ട് കൊടുക്കണല്ലേ. നമുക്ക് വലുത് പുറ വേണ്ട, നമുക്ക് ഒന്ന് ചെറുത് പുറ കട്ടിട്ട് കൊടുക്കണം മതി. രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ സംരക്ഷിക്കുന്നതിനുള്ള സമ്മതിദായക അവകാശത്തിനായി ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്നാണ് ഇവരുടെ ചോദ്യം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. കോൺഗ്രസിന്റെ മുഖം കാണാൻ പോലും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി. 400-ലേറെ സീറ്റുകളിൽ ജയിച്ചിരുന്ന കോൺഗ്രസിന് ഇന്ന് 300 സീറ്റുകളിൽ മത്സരിക്കാൻ പോലും കഴിയുന്നില്ല. തോൽവി ഭയന്ന് കോൺഗ്രസ് നേതാക്കൾ രാജ്യസഭ തെരഞ്ഞെടുക്കുകയാണെന്നും രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. जिस पार्टी ने कभी 400 सांसद जीते थे उनके, आज वो 300 सीट पे चुनाव नहीं लड़ पा रहे हैं. आज कांग्रेस की हालत ये है, उनको उम्मीदवार नहीं मिल रहे हैं. इन्होंने अवसरवादी इंडी अलायंस बना लिया है. उसकी पतंग उड़ने से पहले ही कट गई है. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇന്നിപ്പോൾ കോൺഗ്രസിന് നേരെയുള്ള പ്രധാനമന്ത്രിയുടെ വിമർശനം എങ്ങനെയാണ്? അനുജ, ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാക്കിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രചാരണ ശൈലിയിൽ തന്നെ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഈ പ്രചാരണ റാലികളിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ആക്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നത്. ഇന്ന് രാജസ്ഥാനിലും കഴിഞ്ഞ ദിവസത്തെ അതേ ശൈലി തന്നെ പ്രധാനമന്ത്രി പിന്തുടർന്നു. രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ കോൺഗ്രസ്, സോണിയാഗാന്ധി എന്നിവർക്കെതിരായ വിമർശനമാണ് ഉന്നയിച്ചത്. UPA കാലത്ത് രാഹുൽ ഗാന്ധി ഓർഡിനൻസ് കീറിയെറിഞ്ഞത് പരാമർശിച്ച പ്രധാനമന്ത്രി ശക്തമായ ഭാരതം പടുത്തുയർത്താൻ കോൺഗ്രസിനാകില്ലെന്നും വ്യക്തമാക്കി. ഒപ്പം തന്നെ സോണിയാഗാന്ധി തോൽവി ഭയന്ന് രാജ്യസഭ തെരഞ്ഞെടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ ഈ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് അയക്കുന്ന കോൺഗ്രസ് നേതാക്കൾ രാജസ്ഥാനെ കുറിച്ച് പറയാനോ രാജസ്ഥാൻ സന്ദർശിക്കാനോ ശ്രമിക്കാറില്ല എന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. കോൺഗ്രസിന്റെ മുഖം കാണാൻ പോലും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. 400-ലേറെ സീറ്റുകൾ ഒരു കാലത്ത് ജയിച്ചിരുന്ന കോൺഗ്രസിന് ഇന്ന് 300 സീറ്റുകളിൽ മത്സരിക്കാൻ പോലും കഴിയുന്നില്ല. സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ ആളെ ലഭിക്കാത്ത സാഹചര്യം കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നുവെന്നും സ്വന്തം തെറ്റുകളുടെ ഫലമാണ് കോൺഗ്രസ് അനുഭവിക്കുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൽ തുടക്കം മുതൽ തന്നെ കലഹമാണെന്നും നിലവിൽ 25% സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നുണ്ട് എന്നും അത്തരക്കാരെ വിശ്വസിക്കാനാകില്ല എന്നുമാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രതിപക്ഷത്തിനെതിരെ പറഞ്ഞത്. കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി. 24ന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി സൈക്കിൾ യജ്ഞം തുടരുകയാണ്. പത്തനംതിട്ടയിൽ എത്തി നിൽക്കുകയാണ് ഞങ്ങളുടെ സവാരി സംഘം. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പത്തനംതിട്ട മണ്ഡലത്തിലാണ്. 3 തവണ വിജയിച്ച കരുത്തുമായാണ് 4ാം തവണയും ആന്റോ ആന്റണി ഇത്തവണ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുതിർന്ന നേതാവ് തോമസ് ഐസക്കിനെ ഇറക്കിയിരിക്കുകയാണ് ഇടതുമുന്നണി. ഒരല്പം വൈകിപ്പോയെങ്കിലും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അനിൽ ആന്റണിയും, അല്ലേ? ഇപ്പൊ നമ്മൾ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെയുണ്ട്? വോട്ട് ചെയ്യോ? വോട്ട് ചെയ്യും. പാർട്ടി ബേസ് ചെയ്താണോ ആളെ ബേസ് ചെയ്താണോ? ആളെ ബേസ് ചെയ്ത്. ആണോ? പാർട്ടി ബേസ് ചെയ്യാതെ ആളെ ബേസ് ചെയ്താലുള്ള ഗുണം നമ്മുടെ മനസ്സിലുള്ളതാണ്. അല്ല, അതുകൊണ്ടുള്ള ഗുണം എന്താ? നമുക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ നമ്മളങ്ങ് ചെയ്യുന്നു. ചേച്ചി വോട്ട് ചെയ്യാൻ പോകുന്നില്ലേ?
പോകുന്നുണ്ട്. പറയോ രാഷ്ട്രീയം പറയോ? ഇല്ല സ്ഥാനാർത്ഥികളൊക്കെ നേരിട്ട് വന്ന് വോട്ടൊക്കെ ചോദിക്കുന്നോ? ഇല്ല ഇല്ല ഇല്ല, ആരും വന്നിട്ടില്ല. എല്ലാവരും വന്നില്ല. ചേച്ചി എവിടെയാ സ്ഥലം? എൻ്റെ പ്ലാന്തളം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ യാത്ര നടക്കട്ടെ. താങ്ക് യു. ചേച്ചി ആർക്കാ വോട്ട് ചെയ്യാൻ പോണേ? പറയില്ലേ? സ്ഥാനാർത്ഥി നോക്കിയിട്ടില്ല. എനിക്ക് ആരും ഉപകാരം ചെയ്യുന്ന ആളനുസരിച്ച് ഞാൻ ചെയ്യും വോട്ട്. എൻ്റെ വോട്ടിന് സ്ഥിരമില്ല. മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരു വോട്ടുള്ള ഇലക്ഷൻ തകർത്തോണ്ടിരിക്കുകയാണ്. അതെ അതെ. എങ്ങനെയാണ് മണ്ഡലത്തിൽ മൊത്തത്തിലുള്ള ഈ പ്രാവശ്യം തോമസ് ഐസക് തന്നെ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അനിലാന്റണിയെ സംബന്ധിച്ച് ഒരു പാർട്ടി മാറ്റമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മണ്ഡലത്തിൽ ചർച്ച വിഷയമാണോ? അത് ഇവിടെ ചർച്ച വിഷയമുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ഞങ്ങളെ ബാധിക്കുന്നില്ല. ഇവിടെ തോമസ് ഐസക് തന്നെ ജയിക്കും, ഉറപ്പാണ്. നല്ലൊരു റോഡ് റിംഗ് റോഡ് ആ ഭാഗം പിടിച്ചതാണ് ഈ KKR സാറ് ഉണ്ടാക്കിയ നല്ലൊരു റോഡാണ്. ഇത് മൊത്തം നശിപ്പിച്ചിട്ടിരിക്കും. ഇലക്ഷൻ എന്ന് ആര് ജയിച്ചെന്ന് പറഞ്ഞാൽ അവനവന്റെ വീട് അവന്റെയൊക്കെ വീട്ടുകാർക്ക് കൊള്ളാം. ഒരു നാടിനെന്താ പ്രയോജനം? നാടിനെന്താ പ്രയോജനം? എന്തിനാ വെറുതെ ഞങ്ങളുടെ സമയം കളയുന്നേ? വേണ്ട ആവശ്യമില്ല. വോട്ടൊന്നും ചെയ്യുന്നില്ല. എന്തോ കാര്യത്തിന്? ഈ അവന്റെ ഒരു സാറ് തന്നെ 3 പ്രാവശ്യം ജയിച്ചു പോയി. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ട് പോയില്ല പുള്ളിയെ. വികസനം ഉണ്ടാവണം പത്തനംതിട്ടയില്. അതാ മേൽപ്പാലം കൊണ്ട് നേട്ടം. ട്രാഫിക് ജാമും ഒക്കെ മാറണം. ഈ മേൽപ്പാലം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ? ഉണ്ട്. ഇന്നല്ല നാളെ ടൗണിലെ ടവറിലെ ബ്ലോക്കും ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലെ ബ്ലോക്കും 2 മെയിൻ ബ്ലോക്കുകളാണ്. തീർപ്പാക്കേണ്ട. ഈ പത്തനംതിട്ടയിൽ ഒരുപാട് വികസന പ്രവർത്തനം കൊണ്ടുവരുന്നുണ്ട്. ഒറ്റയൊന്നും സമയബന്ധിതമായി തീർക്കുന്നില്ല. ഇത് ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ഇപ്പൊ 15 വർഷം കഴിഞ്ഞിട്ട് നാളെ തോമസ് ഐസക് വന്നാലും ഇവിടെ ഒരു വികസനവും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ജില്ലാ സ്റ്റേഡിയം, ഈ മേൽപ്പാലം, 10 കോടി രൂപ മുടക്കി പണിത KSRTC ബസ് സ്റ്റാൻഡ് 10 വണ്ടി ഒന്നിച്ചിടാൻ പറ്റത്തില്ല. ഇപ്പൊ വീണ്ടും പുതുക്കി പണിയാം. ഇവിടുത്തെ ജനങ്ങളോട് യാതൊരു ആത്മാർത്ഥതയില്ല. ഇവിടുത്തെ ജനപ്രതിനിധികൾ അനിലാന്റണി BJP-കാരെ കൊണ്ട് കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കത്തില്ല. അവരോട്ട് വിജയിക്കത്തുമില്ല. 3ാം സ്ഥാനത്തിന് വേണ്ടിയാണ്. പത്തനംതിട്ട നഗരത്തിലെ ഏറ്റവും അശാസ്ത്രീയമായ ഒരു പദ്ധതിയാണ് ഈ മേൽപ്പാലം. ഈ മേൽപ്പാലം കൊണ്ട് പത്തനംതിട്ടക്കാർക്ക് യാതൊരു ഗുണവുമില്ല. ഇത് ഇവിടെ മന്ത്രിയുടെ സ്വന്തം താല്പര്യത്തിന് 3 വർഷമായിട്ട് കുടിവെള്ളം ഇല്ല ഈ നാട്ടില്. പൈപ്പ് മാറുക, രാവിലെ മാറുന്ന പൈപ്പ് ഉച്ച കഴിഞ്ഞ് പൊട്ടുക. ഈ നഗരത്തില് റോഡുകളൊന്നും ശരിയല്ല. സൈബർ അതിക്രമം വടകര തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ. തന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തു. ഇലക്ഷന് ജയിക്കാൻ വ്യാജ ആരോപണങ്ങളൊന്നും തനിക്ക് പറയേണ്ടതില്ലെന്നും KK ശൈലജ പറഞ്ഞു. വടകരയിലെ ഫലത്തിൽ വളരെ ഗുണപരമായിട്ടുണ്ടാകും. കാരണം സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പല പ്രചരണങ്ങളും എനിക്കെതിരായി നടത്തി എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ നല്ല ധാർമ്മികതയുള്ള മനുഷ്യരുടെ മനസ്സിൽ അതിൽ പ്രതിഷേധമുണ്ട്. എൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യില്ല. എനിക്കൊരു പൊളിറ്റിക്കൽ പോളിസി ഇല്ലേ? ഞാൻ എനിക്കെതിരെ ഇത്രയും വൃത്തിയായിട്ടൊരു ആരോപണം സൃഷ്ടിക്കുക. എനിക്ക് ഇലക്ഷനിൽ ജയിക്കാൻ സൃഷ്ടിക്കൊന്നും വേണ്ട കേട്ടോ. എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടറിയുന്ന ജനങ്ങൾ പാർലമെൻറ്റിലും അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ ഞാൻ അവിടെ വേണമെന്ന് ആഗ്രഹിച്ചാൽ എന്നെ ജയിപ്പിക്കും. വയനാട്ടിലെ BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പൊടുന്നനെയുണ്ടായ വിവാദമായിരുന്നു സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റം. ഗണപതി വട്ടം എന്ന പേരിലേക്ക് ബത്തേരിയെ മാറ്റുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നീട് BJP തലയൂരുന്ന കാഴ്ചയാണ് കണ്ടത്. ദേശീയ അധ്യക്ഷൻ തന്നെ പങ്കെടുത്ത റോഡ് ഷോയിൽ ഈ വിഷയം നേതാക്കൾ ആരും പരാമർശിച്ചതേയില്ല. 2 ദിവസത്തെ ആയുസ് മാത്രമായിരുന്നു ഗണപതി വട്ട വിവാദത്തിന്. പാർട്ടിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ പോസ്റ്ററുകളിലും മാത്രം ബത്തേരിയിൽ നടക്കുന്ന പരിപാടികൾക്ക് ഗണപതി വട്ടം എന്ന പേര് രേഖപ്പെടുത്തലുണ്ടായി. സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റം എന്ന പ്രത്യക്ഷ നിലപാട് തെരുവുകളിൽ ആവർത്തിക്കാൻ നേതൃത്വം പിന്നീട് ഒരിക്കലും തയ്യാറായിട്ടില്ല. ഇന്നലെ JP നഡ്ഡ പങ്കെടുത്ത പരിപാടിയുടെ പ്രചാരണ പോസ്റ്ററുകളിൽ പേര് ബത്തേരിക്ക് ഗണപതി വട്ടം എന്നായിരുന്നു. റോഡ് ഷോയിലേക്ക് എത്തിയപ്പോൾ ഈ വിഷയമേ പ്രതിപാദിക്കാൻ JP നഡ്ഡയോ സ്ഥാനാർത്ഥി K സുരേന്ദ്രനോ മറ്റു നേതാക്കളോ തയ്യാറായില്ല. രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണിയെയും CPIM-നെയും കടന്നാക്രമിച്ചായിരുന്നു നഡ്ഡയുടെ പ്രസംഗം. राहुल गांधी जी को अपने क्षेत्र की लोकसभा छोड़कर यहाँ वायनाड क्यों आना पड़ा है? ബത്തേരിയുടെ പേരുമാറ്റ വിവാദം വോട്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് നേതൃത്വത്തിന്. ഗണപതി വട്ടം എന്ന പേര് വേണമെന്ന് വാദിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിലെ ചെറുവിഭാഗം മാത്രമാണ്. ആ വോട്ടുകളും NDAക്ക് അനുകൂലമാകുമോ എന്ന ആശങ്കയാകാം പിന്നീട് ഇങ്ങോട്ടുള്ള പ്രചാരണത്തിൽ നിന്ന് ഗണപതി വട്ടത്തെ നേതൃത്വം കൈയൊഴിയാൻ കാരണമെന്നാണ് സൂചന. 24 വയനാട്.
24 ഇലക്ഷൻ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.